ദില്ലിയിൽ ഓപ്പറേഷൻ താമര ആരോപണം ആവർത്തിച്ച ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ബി.ജെ.പിയിൽ ചേരണമെന്ന് പറഞ്ഞ് ക്ഷണം ലഭിച്ചുവെന്നും മന്ത്രി ആതിഷി മർലേന ആരോപിച്ചു. ആതിഷിയുടെ ബൈറ്റ് കാണാം. कि भारतीय जनता पार्टी ने मेरे एक बहुत व्यक्तिगत करीबी व्यक्ति के माध्यम से मुझे भारतीय जनता पार्टी ज्वाइन करने के लिए अप्रोच किया। मुझे ये कहा गया कि या तो मैं भारतीय जनता पार्टी ज्वाइन कर लूं, अपना पॉलिटिकल करियर बचा लूं, अपना पॉलिटिकल करियर बढ़ा लूं, और अगर भारतीय जनता पार्टी नहीं ज्वाइन करी तो आने वाले 1 महीने में ईडी द्वारा मुझे गिरफ्तार कर लिया जाएगा. ദില്ലി മദ്യനയ അഴിമതി കേസിൽ മന്ത്രിമാരായ ആതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയും ഇ ഡി ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ പ്രതി വിജയ് നായർ ഇവരോടാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് ഇ ഡിയുടെ ആരോപണം. വിവരങ്ങളുമായി ശരത് കെ ശശി വിശദാംശങ്ങൾ നൽകും. ശരത്ത്, ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആതിഷി പറയുന്നു, എനിക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ള സമൻസ് വരും, അത് കഴിഞ്ഞതിന് ശേഷം തങ്ങളെ അറസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാം ഘട്ട നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ സിപാഹിമാരാണ്, ഞങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും ഞങ്ങൾ ബി.ജെ.പിയോട് സഹകരിച്ച് പോകുന്ന പ്രശ്നമില്ല എന്നുള്ളതെന്ന് വെച്ചാൽ ദില്ലിയിലൊരു ഓപ്പറേഷൻ താമരയുണ്ട്. ഒന്നാം ഘട്ട രണ്ടാം ഘട്ട നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് എം.എൽ.എമാരെ കൈവശപ്പെടുത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ ആരോപണം. നികേഷ്, കഴിഞ്ഞ ആഴ്ച അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട ദില്ലി സർക്കാരിലെ മന്ത്രിമാർ തന്നെ ഈ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ദില്ലിയിലെ മാത്രമല്ല പഞ്ചാബിലെയും ആം ആദ്മി സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ബി.ജെ.പി സജീവമാക്കി. അതിന്റെ ഭാഗമായി എം.എൽ.എമാരെ പല കേന്ദ്രങ്ങളിൽ നിന്നായി ബി.ജെ.പി ബന്ധപ്പെടുന്നു എന്നതായിരുന്നു ആം ആദ്മി പാർട്ടി വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത്. ഇപ്പോൾ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖമായ അതിഷിയെ തന്നെ ബി.ജെ.പിയിൽ ചേരുന്നതിന് വേണ്ടി അവരുടെ അടുത്ത സുഹൃത്ത് മുഖാന്തിരം ബന്ധപ്പെട്ടു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് ദില്ലി വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെ ചേർന്നിട്ടില്ല എങ്കിൽ, വൈകാതെ തന്നെ ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല എങ്കിൽ 1 മാസത്തിനകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് തനിക്ക് ഭീഷണി ലഭിച്ചിരിക്കുന്നത് എന്ന് അതിഷി ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ കാര്യത്തിൽ മാത്രമല്ല 4 നേതാക്കളെ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിഷി വ്യക്തമാക്കുന്നത്. രാഘവ് ചദ്ദ, ദുർഗേഷ് പാഠക്, അതിഷി മർലേന, അതുപോലെ തന്നെ സൗരഭ് ഭരദ്വാജ്, ഈ 4 പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റൌസ് അവന്യൂ കോടതിയിൽ ഒരു മൊഴി അരവിന്ദ് കെജ്രിവാളിൻ്റെതായി വായിച്ചത്. ആ മൊഴിയിൽ പറയുന്നത് ഈ മദ്യനയ അഴിമതിയിലെ പ്രധാനപ്പെട്ട സൂത്രധാരനായ വിജയ് നായർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സൗരഭ് ഭരദ്വാജിനോടും അതുപോലെ തന്നെ അതിഷി മർലേനയോടുമാണ് എന്നാണ്. ആ മൊഴി നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയും സൗരഭിനെയും വൈകാതെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിഷി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വശത്ത് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുകയും അതോടൊപ്പം തന്നെ ദില്ലിയിലും പഞ്ചാബിലും സർക്കാരിനെ അട്ടിമറിക്കാനുമുള്ള നീക്കം ബി.ജെ.പി നടത്തുകയാണ്. ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി പിൻവാതിലിലൂടെ ഭരണം കൈയാളാനുള്ള നീക്കമാണ് ബി.ജെ.പി നടത്തുന്നത് എന്ന ആരോപണവും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും വൈകാതെ തന്നെ അതിഷിയുടെയും സൗരഭിൻ്റെയും കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ കോടതിയിൽ പരസ്യമായി തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇവർക്ക് 2 പേർക്കെതിരെയും മൊഴിയുണ്ട് എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇവർക്ക് 2 പേർക്കും അന്വേഷണ ഏജൻസി സമൻസ് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറുവശത്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തിഹാർ ജയിലിലാണുള്ളത്. തിഹാർ ജയിലിലെ 2ാം നമ്പർ ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത്. അദ്ദേഹം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പക്ഷേ വൈകാതെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം, ആദ്യം ദില്ലി മദ്യനയ അഴിമതിയുടെ അന്വേഷണം തുടങ്ങുന്നത് തന്നെ CBI ആണ്. CBI ഇതുവരെ കെജ്രിവാളിനെ ചോദ്യം ചെയ്തിട്ടില്ല. വൈകാതെ CBI അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മറുപടി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. തൻ്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വൈകിട്ടോടെ മറുപടി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.